ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ. PPT വിസിബിൾ അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നലത്തെ ഡെയിലി ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആരും ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ. അപ്പൊ ഏതായിരുന്നു ടോപ്പിക്? ഏതായിരുന്നു? ഓക്കെ. ഹയർ എഡ്യൂക്കേഷന് വന്നിട്ടുള്ള ഇന്നലത്തെ ഡെയിലി ടെസ്റ്റിൽ വന്നിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോവിങ് ഇവന്റ്സ് ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ്. ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ആൻസർ പറയട്ടോ, എന്താണ് എന്നുള്ളത്. ഇയർ വന്നിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് UGC, ഫസ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് ഇന്ത്യ. ആൻസർ എന്താണ്? യെസ്, എല്ലാവരും യാ. റൈറ്റ് ആൻസർ വരുന്നത് എ ആണല്ലേ. ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ഏത് ഇയർ ആയിരുന്നു? ഏത് ഇയർ ആണ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? യെസ്, വെരി ഗുഡ്. 1857. ആ സെയിം ഇയർ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത മറ്റ് രണ്ട് യൂണിവേഴ്സിറ്റികൾ ഏതായിരുന്നു? ആ സെയിം ഇയർ, യെസ്, കൽക്കട്ട ആൻഡ് മുംബൈ. ഇത് മൂന്നും ഒരേ സെയിം ഇയറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. യെസ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് വരുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ആണ്. പിന്നെ വരുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്. അത് ഏത് ഇയർ ആണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് വരുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ. അത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു? ഏത് വൈസ്രോയുടെ കാലഘട്ടത്തിലാണ്? യെസ്, കേഴ്സൺ. ഇതൊക്കെ PYQ ആണ് കേട്ടോ. ഈ കേഴ്സൺ, കേഴ്സൺ ഏത് ആരുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കഴിഞ്ഞ സെഷനിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് UGC 1956 അല്ലെ. ഫസ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് ഇന്ത്യ ഏത് ഇയർ ആണ്? യെസ്, 1968 വരുന്നത്. ഓക്കെ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് 1857 ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് UGC 1956. ഫസ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത് 1968. ഓക്കെ. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോവിങ് പ്രോഗ്രാം ഇൻ ഓർഡർ ഓഫ് ദെയർ ഇൻകോർപ്പറേഷൻ. ഇത് വീണ്ടും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആൻസർ? എന്താണ്? DAB എല്ലാതുണ്ടല്ലേ. ഓക്കെ. നമുക്ക് നോക്കാം ആൻസർ എന്താന്നുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഏറ്റവും ആദ്യം വരുന്നത് ഡി ആണ്, NAP, നാഷണൽ അഡൽട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. പിന്നെ വരുന്നത് നാഷണൽ ലിറ്ററസി മിഷൻ. പിന്നെ C, സർവശിക്ഷ അഭിയാൻ. പിന്നെ A, അച്ചീവിംഗ് 100% ലിറ്ററസി. ആൻഡ് ലാസ്റ്റ് വരുന്നത് പത്ന ലിഗ്ന അഭിയാൻ എന്നുള്ളത്. ഓക്കെ. NAP എന്നുള്ളത് നാഷണൽ അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ്. ആൻഡ് അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 1978. അപ്പം അഡൾട്ടിന്റെ ബേസിക് സ്കില്ല്, ലിറ്ററസിയിലുള്ള അഡൾട്ടിന്റെ ബേസിക് സ്കില്ല് ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് NAP എന്നുള്ളത്. ആൻഡ് അത് ലോഞ്ച് ചെയ്യുന്നത് 1978. അതിനുശേഷം വീണ്ടും ഈ അഡൾട്ട് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു മിഷനാണ് നാഷണൽ ലിറ്ററസി മിഷൻ എന്നുള്ളത്. ആൻഡ് അത് വരുന്നത് കൃത്യം 10 വർഷത്തിന് ശേഷം, NAPയുടെ 10 വർഷത്തിന് ശേഷം 1988 അത് വരുന്നത്. പിന്നെ വരുന്നതാണ് സർവശിക്ഷ അഭിയാൻ. ആൻഡ് അത് വരുന്നത് 2001. 2001 അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർ യൂണിവേഴ്സൽ എലിമെന്ററി എഡ്യൂക്കേഷൻ. അപ്പോൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള എലിമെന്ററി എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു മിഷനാണ് സർവശിക്ഷ അഭിയാൻ എന്നുള്ളത്.
പിന്നെ വരുന്നത് അച്ചീവിങ് 100% ലിറ്ററസി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നീടാണ് നമ്മൾ ലാസ്റ്റ് 100% ലിറ്ററസി ഉറപ്പുവരുത്തുന്നതിനുള്ള പോളിസികൾ കൊണ്ടുവരുന്നത്. അച്ചീവിങ് 100% ലിറ്ററസി എ ബ്രോഡർ ഗോൾ പെർസ്യൂഡ് ത്രൂ വേരിയസ് സ്കീംസ്. വ്യത്യസ്ത സ്കീമുകളിലൂടെ ഈ ഒരു 100% ലിറ്ററസി അച്ചീവ് ചെയ്യുക എന്നുള്ള ആ ഒരു ഗോള് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പിന്നീടാണ്, സർവശിക്ഷാ അഭിയാന് ശേഷമാണ്. പിന്നെയാണ് പട്ന ലിഖ്ന അഭിയാൻ, ലോഞ്ച്ഡ് ഇൻ 2020 ആസ് എ ന്യൂവർ അഡൾട്ട് ലിറ്ററസി മിഷൻ. ഈ NIEPയുടെ നാഷണൽ ലിറ്ററസി മിഷന്റെ ഒക്കെ ബാക്കിയായിട്ട് വരുന്ന ഒരു പ്രോഗ്രാമാണ് പട്ന ലിഖ്ന അഭിയാൻ എന്നുള്ളത്. അഡൾട്ട് ലിറ്ററസി മിഷൻ ആണ്. അത് വരുന്നത് 2020-ലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മിനിറ്റ്. ഓക്കെ. For the purpose of systematically fostering the culture of innovation in all HEIs, when did Ministry of Education establish Innovation Cell? ഏത് ഇയർ ആണ് ഇന്നോവേഷൻ സെൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? യെസ്, ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. 2018-ലാണ് ഇന്നോവേഷൻ സെല്ല് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഇന്നോവേഷൻ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇന്നോവേഷൻ സെല്ല് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2018-ലാണ്. അപ്പൊ 2018 നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മളെ ഇന്നോവേഷൻ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വരുന്ന SGD എത്രാമത്താണ്? മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾഡ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള്, അത് കഴിഞ്ഞിട്ട് ഇന്നോവേഷൻ വരുന്നത്, ഇന്നോവേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വരുന്നത് 9-ലാണല്ലേ? യെസ്, 9-ലാണ്. അപ്പോ ഈ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് വരുന്നത് 2015 ശേഷമാണല്ലോ. അപ്പൊ കൃത്യം 3 വർഷം, 2015 ആ 3 വർഷത്തിന് ശേഷം 2018-ലാണ് ഇന്നോവേഷൻ വരുന്നത്. ഓക്കെ, അത് കണക്ട് ചെയ്യാൻ എനിക്ക് ഈസി ആണോ എന്നറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയായിരുന്നു ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയൂ, ഏതാ പറയേണ്ടത്? അതായത് നമ്മള് ഇന്നോവേഷൻ, ഓക്കെ, ഇന്നോവേഷൻ സെല്ല് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇന്നോവേഷൻ എൻവയോൺമെന്റില് SDG പറയുന്നുണ്ടല്ലോ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളില് ഇന്നോവേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും കൂടി ഇല്ലേ? ഇന്നോവേഷൻ ഇൻഫ്രാസ്ട്രക്ചർ 3 ആയി എന്നാ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. 3 ആയി. അപ്പോൾ 3-ന്റെ സ്ക്വയർ ക്യൂബ്, 3-ന്റെ സ്ക്വയർ 9. അപ്പോൾ 9 എന്താണ്? ഇന്നോവേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ ഒരു ഐയും കൂടി ഉണ്ട്, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? യെസ്, ഇൻഡസ്ട്രി. അങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് വരുന്നത് 2015 ശേഷമാണല്ലേ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ വരുന്നത്. അപ്പൊ അതിൽ വരുന്ന ഒരു ഇയർ ആണല്ലോ 2018, 2015 ശേഷം. അങ്ങനെ അത് ഓർത്ത് വെക്കുക എന്നുള്ളത് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ചിലർക്ക് അത് നേരിട്ട് പഠിക്കുക എന്നുള്ളതാവും കുറച്ചും കൂടി സിമ്പിൾ. 2018 ഇന്നോവേഷൻ സെല്ലിൽ അങ്ങനെ പഠിക്കുന്നതാവും സിമ്പിൾ. പക്ഷെ നമുക്ക് എന്താ പറയുക, കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഞാൻ ഒന്നുകൂടി പറയണോ? ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, മാച്ച് ദ ഫോളോവിങ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻസർ എന്താണ്? ഓക്കെ, ഡി ആണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ഡി എന്ന്. റൈറ്റ് ആൻസർ വരുന്നത് ഡി ആണ്. NIEPA വരുന്നത് പ്രൊമോട്ടിംഗ് റിസർച്ച് ഇൻ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് NIEPA ഫുൾ ഫോം എന്ന് പറയുന്നത്. അത് വരുന്നത് പ്രൊമോട്ടിംഗ് റിസർച്ച് ഇൻ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് ആണ്. പിന്നെ രാഷ്ട്രീയ ഉച്ച ശിക്ഷ അഭിയാൻ എന്നുള്ളത് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫോർ അപ്ഗ്രേഡിംഗ് ദ എക്സിസ്റ്റിംഗ് കോളേജസ് ഇൻ ടു മോഡൽ കോളേജസ്. പിന്നെ ക്വാളിറ്റി അഷുറൻസ് വരുന്നത് എൻഷുറിംഗ് ക്വാളിറ്റിയിലാണ്. പിന്നെ ഹെഫ എന്ന് വരുന്നത് പ്രൊവൈഡിംഗ് ലോൺ ടു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമുക്ക് നോക്കാം. NIEPA എന്നുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇത് NIEPA
എന്താണ് എഡ്യൂക്കേഷനിലെ പ്ലാനിങ്ങും മാനേജ്മെന്റും പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റിസർച്ച് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് NIEP എന്നുള്ളത്. ഇപ്പൊ നിലവിൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റാറ്റസ് ആണ് NIEPക്ക് ഉള്ളത്. ഓക്കെ. പിന്നെ റുസ രാഷ്ട്രീയ ഉച്ചാർ ശിക്ഷാ അഭിയാൻ, ഇത് ഏത് ഇയറാ വന്നിട്ടുള്ള അറിയോ? റുസ രാഷ്ട്രീയ ഉച്ചാർ ശിക്ഷാ അഭിയാൻ എന്നിവ രാഷ്ട്രീയ, യെസ്, 2013ലാണ്. 2013ലാണ് റുസ വരുന്നത്. റുസ പറഞ്ഞപ്പോ ചോദിക്ക, RMS രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ അത് ഏത് ഇയർ ആയിരുന്നു? RMS RUSA രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ 2009-ലല്ലേ? യെസ്, 2009-ലാണെന്നാണ്. ആ, രാഷ്ട്രീയ മാധ്യമിക് എന്നുള്ളത് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ റുസ വരുന്നത് ഹയർ എഡ്യൂക്കേഷൻ ആട്ടോ. RUSA വരുന്നത് ഹയർ എഡ്യൂക്കേഷൻ ആണ്. അപ്പം ഇത് ഫോക്കസ് ചെയ്യുന്നത് ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോളേജസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഡെവലപ്പ് ചെയ്ത് അതിനെ മോഡൽ കോളേജസ് ആക്കി അപ്ഗ്രേഡ് ചെയ്യാൻ, അതായിരുന്നു ഈ റുസയുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വരുന്നതാണ് ക്വാളിറ്റി അഷുറൻസ് ഏജൻസി. അത് എന്ത് ചെയ്യുന്നത്, ഹയർ എഡ്യൂക്കേഷൻസിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ QAയുടെ വർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഹെഫ വരുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി, പ്രൊവൈഡ്സ് ലോൺ ആണ് കേട്ടോ. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള ലോൺ ആണ് ഈ ഹെഫ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രാൻഡ് ആണോ എന്ന് ചോദിച്ചാൽ ഗ്രാൻഡ് അല്ല കേട്ടോ. ഇത് ഒരു ക്വസ്റ്റ്യൻ, അതായത് കഴിഞ്ഞ സെഷനിൽ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഹെഫ ഒരു ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസി ആണെന്ന് പറഞ്ഞിട്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആയിരുന്നു, കാരണം അത് ഗ്രാൻഡ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ലോൺ ആണ് ഹെഫ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, ഗ്രാൻഡ് അല്ല. അതായത് ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാവുമല്ലോ. അതേസമയം ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും, അങ്ങനെയല്ലേ? അപ്പൊ ഹെഫ പ്രൊവൈഡ് ചെയ്യുന്നത് ലോൺ ആണ്, ഗ്രാൻഡ് അല്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, മാച്ച് ദ ഫോളോവിംഗ് ആണ് AICT എസ്റ്റാബ്ലിഷ് ചെയ്തത്: ICHR, നീതി ആയോഗ്, ICPR. ആൻസർ എന്താണ്? AICT എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ AICT എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബി റൈറ്റ് ആൻസർ. നോക്കാം. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. AICT എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1945-ലാണ്. 1945 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് 2 ഇയേഴ്സ് മുമ്പ് AICT എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ICHR വരുന്നത് 1972-ലാണ്. ഓക്കെ. പിന്നെ നീതി ആയോഗ് വരുന്നത് 2015-ലാണ്. ഏത് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നീതി ആയോഗ് വരുന്നത് 2015-ല്? യെസ്, പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ആണ് നീതി ആയോഗ് എന്നുള്ളത്. അത് 2015-ലാണ് വരുന്നത്. പിന്നെ ICPR എന്ന് പറയുന്ന ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച് ആണ്. അത് വരുന്നത് 1977-ലാണ്. അപ്പോൾ ICHR-ന് ശേഷമാണ് ICPR വരുന്നത്. അപ്പൊ ആദ്യം ഹിസ്റ്ററി, പിന്നെ ഫിലോസഫി. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, AICT വരുന്നത് 1945-ലാണ്. പിന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് വരുന്നത് 1972-ലാണ്. പിന്നെ നീതി ആയോഗ് 2015-ലാണ്. ഓക്കെ, അത് റീപ്ലേസ് ചെയ്തത് പ്ലാനിംഗ് കമ്മീഷനെ ആയിരുന്നു. പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1915-ലായിരുന്നു കേട്ടോ. ഈ 1915 എസ്റ്റാബ്ലിഷ് ചെയ്ത പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ട് 2015-ല് നീതി ആയോഗ് വരികയാണ്. പിന്നെ നീതി ആയോഗിന്റെ ഫുള്ളാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളത്.
പിന്നെ ICPR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച്. അപ്പോൾ ഫിലോസഫിയിലുള്ള റിസർച്ചിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള കൗൺസിലാണ് ഈ ICPR എന്നുള്ളത്. ആൻഡ് ഇത് വരുന്നത് 1977-ലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നമ്മൾ ലാംഗ്വേജസ് കൊടുത്തിട്ടുണ്ട്. അത് 8th സ്കെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ആൻസർ? എന്താണ് ആൻസർ? എന്താണ്? കട്ടാകുന്നുണ്ടോ? ഓഡിബിൾ അല്ല? ഇനി റേഞ്ച് ഇഷ്യൂ? ആൻസർ കണ്ടു, എന്റെ കൈ അറിയാതെ തട്ടിപ്പോയി. ഓക്കെ, ക്ലിയർ ആണല്ലേ? ആൻസർ വരുന്നത് സി ആണ്. ബോർഡോ നമ്മളെ ലിസ്റ്റിൽ, ഓക്കെ, 8th സ്കെഡ്യൂളിൽ ആഡ് ചെയ്യുന്നത് 2003-ലാണ്. അപ്പൊ ഞാൻ ചോദിക്കാം, 8th സ്കെഡ്യൂളിൽ ഇൻക്ലൂഡ് എത്ര ലാംഗ്വേജസ് ഉണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലാംഗ്വേജസ്, ഒഫീഷ്യൽ ലാംഗ്വേജ്, ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ട് 8th സ്കെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എത്ര ലാംഗ്വേജസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? അല്ല, 14 അല്ല. യെസ്, 22 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. യെസ്, കറക്റ്റ്. 22 ലാംഗ്വേജസ് ആണ് 8th സ്കെഡ്യൂളിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിൽ മിക്കവാറും 1915-ലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് മേജർ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജസ് ഒക്കെ 1915-ലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നോക്കാം, A4, അതായത് ബോർഡ് വരുന്നത് 2003-ലാണ്. പിന്നെ ബി പഞ്ചാബ് 1915-ല്, സിന്ധി വരുന്നത് 1967-ല്, പിന്നെ നേപ്പാളി വരുന്നത് 1992-ല്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ഇയേഴ്സ്. ഇതാ 22 ലാംഗ്വേജസ് ഉണ്ട്. അതിൽ മേജർ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജസ് ഉണ്ടല്ലോ, അതൊക്കെ എന്താണ് 1915 തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആസാമീസ്, ബംഗാളി, പിന്നെ നമ്മുടെ മലയാളം, സംസ്കൃത്, പിന്നെ ഹിന്ദി, ഉറുദു, ഇവയൊക്കെ 1915 തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്ര തന്നെ സംസാരിക്കാത്ത ലാംഗ്വേജസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് 2003-ല്, പിന്നെ 1992-ലൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. 1967-ൽ ആ ഒരൊറ്റ ലാംഗ്വേജ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് അത് സിന്ധിയാണ് കേട്ടോ. വേറെ ഇല്ലല്ലോ? ഇല്ല, ഓക്കെ, ഇല്ല. സിന്ധി മാത്രമാണ് 1967-ൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ 1992-ല് ആഡ് ചെയ്തിട്ടുള്ള ലാംഗ്വേജസ് ആണ് നേപ്പാളി, പിന്നെ മണിപ്പൂരി. ഇവിടെ മണിപ്പൂരി ഉണ്ട്. പിന്നെ അതിന് തൊട്ട് മുകളിൽ കൊങ്കണി. ഓക്കെ, ഈ 3 ലാംഗ്വേജസ് ആണ് 1992-ല് ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ 2003-ല് ആഡ് ചെയ്തിട്ടുള്ളത് ബോഡോ, ദോഗ്രി, പിന്നെ മൈഥിലി, പിന്നെ സാന്താളി. ഈ കുറച്ച് ലാംഗ്വേജസ് ആണ് 2003-ല് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, മേജർ ആയിട്ട് വരുന്നതൊക്കെ എന്താണ് 1915-ലാണ്. നമ്മുടെ മലയാളവും ഒക്കെ 1915-ലാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? റെഡി അല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following are four guiding principles in the development of higher education in India? ഡ്രോപ്പ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് ഡ്രോപ്പ് ചെയ്യാനുള്ള കാരണം ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിനെ ഗൈഡ് ചെയ്യുന്ന ഫോർ പ്രിൻസിപ്പിൾസ് ഏതാണ് ക്വസ്റ്റ്യന്. റൈറ്റ് ആൻസർ വരുന്നത് ആക്സസ്, ഇക്വിറ്റി, അക്കൗണ്ടബിലിറ്റി, ക്വാളിറ്റി എന്നുള്ളതാണ്. ഇക്വാളിറ്റി അല്ല, ക്വാളിറ്റി ആണ് റൈറ്റ്. അപ്പോൾ ഇവിടെ അങ്ങനെ ക്വാളിറ്റി മാത്രം ചോദിച്ചിട്ടൊരു ക്വാളിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഇത് നാലുമാണ് ഫോർ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. ഓക്കെ, ഇക്വാളിറ്റി അല്ല, ക്വാളിറ്റി ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, പിന്നെ ഇയറും കൊടുത്തിട്ടുണ്ട്. എന്താണ് റൈറ്റ് ആൻസർ? ആൻസർ നോക്കാം. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വന്നിട്ടുള്ളത്. NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അവർക്ക് ആ ഒരു എന്താണ് INI, അത് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ നാഷണൽ
ഇമ്പോർട്ടൻസ് അങ്ങനെ തന്നെ അല്ല അതിന്റെ ഫുള്ള് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് അല്ലെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, ആ ഒരു സ്റ്റാറ്റസ് ലഭിക്കുന്നത് 2007 കേട്ടോ NITക്ക് വരുന്നത്. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വരുന്നത് 2017 പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി IIIT അത് വരുന്നത് 2014 പിന്നെ IIT, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആക്ട്, അതായത് IITക്ക് ആ ഒരു INI സ്റ്റാറ്റസ് ലഭിക്കുന്നത് 1961. അപ്പൊ ആദ്യം വരുന്നത് ആർക്കാണ്? IITക്കാണ്. പിന്നെ ഈ IIT പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണല്ലോ NIT, പിന്നെ വരുന്നത് NITക്കാണ്. പിന്നെ വരുന്നത് ഇതേപോലെ ടെക്നോളജി റിലേറ്റ് ആയിട്ട് തന്നെ IIIT, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജിക്കാണ് പിന്നെ വരുന്നത്. ആൻഡ് പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ ആദ്യം മൂന്നും വരുന്നത് ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടാണ്, പിന്നെ നാലാമത്തതാണ് മാനേജ്മെന്റ്. ഓക്കെ, ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോവിംഗ് ആണ് പ്രിൻസിപ്പിൾസും അതിന്റെ ഇംപ്ലിക്കേഷൻസും കൊടുത്തിട്ടുള്ളത്. ആൻസർ എന്താണ്? ആൻസർ നോക്കാം നമുക്ക്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഫസ്റ്റ്, എൻകറേജിങ് സ്റ്റുഡൻസ് ഡീപ്പ് അപ്രോച്ചസ് ടു ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. അത് മാച്ച് ചെയ്ത് വരുന്നത് ടാസ്ക് ഡിസൈൻ ഷുഡ് ബി അപ്രോച്ച്ഡ് ഫ്രം പ്രോഗ്രാം വൈഡ് പെർസ്പെക്റ്റീവ്. അതായത് വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻസിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനോടുള്ള ഒരു ഡീപ്പ് അപ്രോച്ചസിനാണ് എൻകറേജ് ചെയ്യേണ്ടത്. അത് എങ്ങനെ എൻകറേജ് ചെയ്യാം? ടാസ്ക് ഡിസൈൻ ഷുഡ് ബി അപ്രോച്ച്ഡ് ഫ്രം പ്രോഗ്രാം വൈഡ് പെർസ്പെക്റ്റീവ്. ആ പ്രോഗ്രാമിന്റെ വൈഡർ പെർസ്പെക്റ്റീവ് എന്നുള്ള ടാസ്കുകളായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമുക്ക് ലേണിംഗ് ഒബ്ജക്റ്റീവിനോടുള്ള ഡീപ്പ് അപ്രോച്ചസ് സ്റ്റുഡൻസിൽ എൻകറേജ് ചെയ്യാൻ സാധിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ പോവാണ്. അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് പൊല്യൂഷനെ കുറിച്ചാണ്, കുട്ടി ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ആ പൊല്യൂഷനെ കുറിച്ച് കുട്ടിക്ക് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ടാസ്കുകൾ എങ്ങനെയായിരിക്കണം? ഫസ്റ്റത്തെ ടാസ്ക് വേണമെങ്കിൽ എനിക്ക് എന്താണ് പൊല്യൂഷൻ എന്നുള്ളതായിരിക്കാം. പിന്നത്തെ ടാസ്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. പിന്നത്തെ ടാസ്ക് എന്താവാം? അതിന്റെ സോഴ്സസ് ആവാം. ഓക്കെ, ഈ ഡിഫറെന്റ് പൊല്യൂഷൻസിന്റെ സോഴ്സസ് ഒക്കെ ഉള്ള ഒരു ടാസ്ക് ആവാം. അങ്ങനെ ആ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടാസ്കുകളായിരിക്കണം. അപ്പൊ എന്തായിരിക്കും? ആ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവിന്റെ ഡീപ്പ് ആയിട്ടുള്ള ലേണിംഗ് അവിടെ സംഭവിക്കണം. അതേസമയം വ്യത്യസ്ത ടാസ്കുകളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് പൊല്യൂഷനുമായിട്ട് ഒരു റിലേഷൻ ഇല്ലാത്ത ഓരോ ടാസ്കുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഡീപ്പ് ലേണിംഗ് ഒരിക്കലും സംഭവിക്കില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ, അതായത് നമ്മൾ ആ ഒരു പ്രോഗ്രാം എന്താണോ ആ പ്രോഗ്രാമിന്റെ ഒരു വൈഡർ പെർസ്പെക്റ്റീവിലുള്ള ടാസ്കുകളായിരിക്കണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഡീപ്പ് അപ്രോച്ച്, ലേണിംഗ് ഒബ്ജക്റ്റീവിനോടുള്ള ആ ഡീപ്പ് അപ്രോച്ച് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. സോ ആ എ മാച്ച് ചെയ്യുന്നത് 3 ആണ് കേട്ടോ. പിന്നെ ബി വരുന്നത് 4 ആണ്. ദ സമ്മേറ്റീവ് ആൻഡ് ഫോർമേറ്റീവ് അസസ്മെന്റ് ടു ബി ലേണിംഗ് ഓറിയന്റഡ്. സമ്മേറ്റീവ് ആൻഡ് ഫോർമേറ്റീവ് അസസ്മെന്റ് ലേണിംഗ് ഓറിയന്റഡ് ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക്? വെറൈറ്റി ഓഫ് അസസ്മെന്റ് ഫോർ സ്റ്റുഡന്റ് മോട്ടിവേഷന് വേണ്ടിയിട്ട് വെറൈറ്റി ഓഫ് അസസ്മെന്റ് നമുക്ക് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ വെറൈറ്റി ഓഫ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഏതൊക്കെ അറിയാം നിങ്ങൾക്ക്? വ്യത്യസ്ത ടൈപ്സ് ഇല്ലേ? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് അസസ്മെന്റുകൾ ഉണ്ടല്ലേ? ഫോർമേറ്റീവ്, ഇയർ അസസ്മെന്റ്, അങ്ങനെ ഒരുപാട് അസസ്മെന്റുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുട്ടികളുടെ മോട്ടിവേഷനെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ഫോർമേറ്റീവ് അസസ്മെന്റിനെയും അതേപോലെ സമ്മേറ്റീവ് അസസ്മെന്റിനെയും ഒക്കെ ലേണിംഗ് ഓറിയന്റഡ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ ഫെസിലിറ്റേറ്റിംഗ് ഡയലോഗിക് ഫോംസ് ഓഫ് ഫീഡ്ബാക്ക്. ഡയലോഗിക് ഫോംസ് ഓഫ് ഫീഡ്ബാക്ക് എന്നുള്ളത് നമ്മൾ നേരിട്ട് പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക്. അതായത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു പരീക്ഷ നടത്തിയ സമയത്ത് ആ കുട്ടിക്ക് ഒരു 20 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതിന്റെ പിന്നിൽ ജസ്റ്റ് ആ മാർക്ക് കിട്ടി കുട്ടി ബാക്കി സ്വയം അല്ലെങ്കിൽ വെരി ഗുഡ്, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെരി ഗുഡ് എന്നൊക്കെ ഇടും. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാം? അതിന് ആ 20 മാർക്കിന് കുറെ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാവുമല്ലോ, മീനിങ് ഉണ്ടാവും. ഓക്കെ, ഇവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ കുട്ടിക്കും ചിലപ്പോൾ എന്താ ചെയ്യുക? കുറെ ഡൗട്ട്സ് ഉണ്ടാവുക.
അതായത് ഇപ്പൊ ഞാൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, അങ്ങനത്തെ ഡൗട്ട്സുകൾ കുട്ടിക്കുണ്ടാവും. അപ്പൊ അങ്ങനെ ഇമ്പ്രൂവ്, അതായത് രണ്ടുപേരും എഡ്യൂക്കേറ്ററും ലേണറും തമ്മിൽ എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്കുകളാണ് ഡയലോഗിക് ഫോംസ് ഓഫ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യാം? ഫീഡ്ബാക്ക് ഷുഡ് ബി എംബെഡഡ് വിത്തിൻ അസസ്മെന്റ് പ്രാക്ടീസസ്. നമ്മൾ അസസ്മെന്റ് പ്രാക്ടീസസിന്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് നൽകാന്നുള്ളതാണ് ഈ ഒരു ഡയലോഗിക് ഫോംസ് ഓഫ് ഫീഡ്ബാക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം. ഈ അസസ്മെന്റ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് അസസ്മെന്റ് പ്രാക്ടീസസ് ഉണ്ടല്ലേ. ഇപ്പോൾ ക്വിസ് ഉണ്ടാവുക, ഡിസ്കഷൻസ് ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക, അപ്പൊ തന്നെ കുട്ടികൾക്ക് ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്തുകൊണ്ട് ആ ഒരു ലേണിംഗ് കൂട്ടുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ എന്ത് സി വരുന്നത് 1 ആണ്. പിന്നെ ഇൻവോൾവിങ് സം പേഴ്സണൽ സ്റ്റുഡന്റ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, സ്റ്റുഡന്റിന്റെ അവർ ഇനീഷ്യേറ്റ് ചെയ്ത് അവരുടെ പഠനത്തിൽ ലേണിംഗിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അപ്പൊ എന്ത് സംഭവിക്കും? ഗ്രേറ്റർ സെൻസ് ഓഫ് ഓണർഷിപ്പ് ബൈ സ്റ്റുഡൻസ്. അപ്പൊ അവരുടെ ലേണിംഗിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ അവരുടെ ഓണർഷിപ്പ് ആണ് എന്നുള്ള ആ ഒരു സെൻസ് കുട്ടികൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. സോ ഡി മാച്ച് ആവുന്നത് 3യുമായിട്ടാണ്. ഓക്കെ, ഇതാണ് ഡീപ്പ് ലേണിംഗ് റിക്വയർസ് കൊഹറന്റ് കരിക്കുലം ഡിസൈൻ അക്രോസ് ദ പ്രോഗ്രാം. പ്രോഗ്രാംസിന് ഓക്കെ, ആ പ്രോഗ്രാംസിലൂടെ നിങ്ങൾ എന്ത് വേണം? ഒരു കൊഹറന്റ് ആയിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു കരിക്കുലം അവിടെ ഡിസൈൻ ചെയ്യണം, എങ്കിലാണ് ഡീപ്പ് ലേണിംഗ് നടക്കുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ലേണിംഗ് ഓറിയന്റഡ് അസസ്മെന്റ് ഈ ഡൈവേഴ്സ് ഫോർമാറ്റ് ടു എൻഗേജ് സ്റ്റുഡൻസിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈവേഴ്സ് ആയിട്ടുള്ള അസസ്മെന്റുകൾ നമുക്ക് വേണം എന്നുള്ളതാണ്. പിന്നെ ഡയലോഗിക് ഫീഡ്ബാക്ക് മീൻസ് ഓൺഗോയിങ് എംബെഡഡ് ഫീഡ്ബാക്ക്. ഡയലോഗിക് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഓൺഗോയിങ് ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകളാണ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫീഡ്ബാക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഉള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഉണ്ടാവേണ്ടത്. പിന്നെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസസ് ഓണർഷിപ്പ് ഇൻ ലേണിംഗ്. അപ്പൊ നമ്മൾ സ്വയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ എന്താവും? നമ്മൾ തന്നെ ആ ലേണിംഗിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ ഫോളോവിങ് കമ്മീഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ ക്രോണോളജിക്കലി അക്കോർഡിംഗ് ടു ദയർ എസ്റ്റാബ്ലിഷ്മെന്റ്. വീണ്ടും UGC വന്നിട്ടുണ്ട്, പിന്നെ ICT വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ബി പറയുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഏത് ഇയർ ആണ് ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വരുന്നത്? ഏത് ഇയർ ആണ്? നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു അല്ലേ? യെസ്, 1945. നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് 2 ഇയേഴ്സ് മുമ്പ് ആണ് ICT വരുന്നത്. പിന്നെ വരുന്നതാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഏത് ഇയർ ആണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ? ആരായിരുന്നു അത് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഹെഡ് ചെയ്തിട്ടുള്ളത് യെസ്, ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഹെഡ് ചെയ്തിട്ടുള്ള കമ്മീഷനായിരുന്നു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. പിന്നെ പിന്നെ വരുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. ഏത് ഇയർ ആണ്? 1956 യെസ്, 1956 വരുന്ന. പിന്നെ ദി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏത് ഇയർ ആണ്? യെസ്, 1964. അതിന്റെ പേരെന്തായിരുന്നു ആ കമ്മീഷന്റെ? യെസ്, വെരി ഗുഡ്, കോത്താരി കമ്മീഷൻ. ഓക്കെ, ഇവിടെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഓക്കെ, ICT വരുന്നത് 1945 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948 അത് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. പിന്നെ UGC വരുന്നത് 1956. പിന്നെ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964, അഥവാ കൊത്താരി കമ്മീഷൻ, അത് വരുന്നത് 1964. ഓക്കെ, അപ്പോൾ നമ്മള് ഓക്കെ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ എന്നാൽ നമുക്ക് ഓക്കെ 7 കാണിക്കുവാന്നോ? ക്വസ്റ്റ്യൻ ആണോ? ആ ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ?
ഒരു മിനിറ്റ്. ഇതല്ലേ? നയണ്. ആ, നയണ്. നയണ് ക്വസ്റ്റ്യൻ മാത്രം കണ്ടാൽ മതിയോ, അതോ എക്സ്പ്ലനേഷൻ കാണാനാണ് ചോദിക്കുന്നത്? ആൻസർ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു മിനിറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാ. ആ, അതെ, ഡെയിലി ടെസ്റ്റ് ആപ്പിൽ അവൈലബിൾ ആവുമല്ലോ. അവൈലബിൾ ആവും. ഫസ്റ്റോ? ഒരു മിനിറ്റ്. എവിടാണ്? ആപ്പില് ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫോൾഡർ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലുണ്ട്. ഇത് നാളെ വരുള്ളൂ. ഫോർ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ക്വസ്റ്റ്യന് 7 അല്ലേ? ക്വാളിറ്റി ക്വാളിറ്റി എന്നുള്ളത് ക്വാളിറ്റി ആക്കുക. ഓക്കെ. ഇതില് സി ഇല്ലേ, ആക്സസ്, ഇക്വിറ്റി, അക്കൗണ്ടബിലിറ്റി, പിന്നെ ഇക്വാളിറ്റി എന്നുള്ളത് ക്വാളിറ്റി ആണ് കേട്ടോ. അതുകൊണ്ടാണ് അത് ഡ്രോപ്പ് ചെയ്തത്. ഇതില് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇക്വാളിറ്റി ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ എല്ലാവരും. ഓക്കെ, ഗുഡ് നൈറ്റ് കേട്ടോ.